ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളെ ഹീറോൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇലക്ട്രിക് സ്കൂട്ടറാണ്. VIDA V1 PRO ആണ് ഈ മോഡൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ചെറിയൊരു വാക്കറൗണ്ടാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. സോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് വീഡിയോ. അപ്പോൾ അഗെയിൻ ഹീറോയുടെ ഏറ്റവും പുതിയൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടർ മാർക്കറ്റിലേക്ക് ഒരു നല്ലൊരു കോമ്പറ്റീറ്റർ ആയിട്ടാണ് നമുക്ക് ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത്. ഇപ്പോൾ കറൻ്റ് നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ട് നിൽക്കുന്നത് രണ്ട് മോഡൽസാണ്. നമ്മുടെ ഏതറിൻ്റെ സ്കൂട്ടേഴ്സും അതേപോലെ ഓലയുടെ സ്കൂട്ടേഴ്സും പിന്നെ TVSൻ്റെ ഒരു സ്കൂട്ടറും വരുന്നുണ്ട്. അപ്പോൾ മെയിൻ ഈ ഒരു ഫീൽഡിലേക്ക് നല്ലൊരു കോമ്പറ്റീഷൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്കൂട്ടറാണ് നമ്മളുടെ ഹീറോയുടെ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ. അപ്പോൾ ഈ വണ്ടിയുടെ പേരെന്ന് പറഞ്ഞാൽ VIDA എന്നാണ്. ഇത് രണ്ട് വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് പ്ലസും മറ്റൊന്ന് പ്രോയും ആണ്. അപ്പം ഇതെന്ന് പറയുന്നത് പ്രോ വേരിയൻ്റാണ്. അപ്പോൾ നമുക്ക് പ്രോ വേരിയൻ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. സോ ഗൈസ്, നമുക്കപ്പോൾ ഇതിൻ്റെ ഡിസൈൻ പാർട്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ അത് അത്യാവശ്യം എന്താ പറയുക ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു രീതിയിലാണ് അതിൻ്റെ ഡിസൈൻസ് വരുന്നത്. ഒപ്പം ബാക്കിയുള്ള സ്കൂട്ടേഴ്സിനെ സിമിലൈസ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആണെന്നുള്ളത് ഡയറക്റ്റായിട്ട് നമുക്ക് പിടികിട്ടണമെന്നില്ല. ആ ഒരു രീതിക്കാണ് ഇതിൻ്റെ ഡിസൈൻ ഫിഗേഴ്സ് കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ തുടങ്ങാം. ലൈറ്റ്സ് നമുക്ക് കിട്ടുന്നത് പ്രൊജക്ഷൻ ലാംപ്സ് ആണ് ഇവിടെ വരുന്നത്. ഒപ്പം ഒരു എന്താ പറയുക ഒരു മറ്റൊരു മൊത്തത്തിലൊരു സിങ്ക് എന്നുള്ള രീതിയിലല്ലാതെ ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഡേ ടൈം റണ്ണിങ് ലാംപ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ ഒരു പാരലായിട്ടുള്ള രീതിയിൽ അപ്പുറത്തേക്കും ലൈറ്റ് ആ ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് പോയിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിസൈനായിട്ട് തന്നെ എനിക്ക് എൻ്റെ ഹെഡ് ലാംപ്സ് ഭാഗത്ത് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ പാർട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം എയറോഡൈനാമിക് ആയിട്ടാണ് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ടയർസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വരുന്നത്. ആൻഡ് നമുക്കൊരു ഡിസ്ക് ബ്രേക്സും കാര്യങ്ങളും ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇത്തിരി വലിയൊരു വീൽസാണ് വരുന്നത്. സോ നമുക്ക് ഇതിലൂടെയും ബെറ്ററായിട്ട് ബംപ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ LED ഇൻഡിക്കേറ്റേഴ്സാണ് നമുക്ക് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മീറ്റർ പാർട്ട് വരും. മീറ്റർ പാർട്ട് അത്യാവശ്യം വലിയൊരു മീറ്റേഴ്സാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നോക്കുകയാണെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ബേസിക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇത് വരുന്നുണ്ട്. അതേപോലെ നാവിഗേഷൻ പാർട്ട് വരുന്നുണ്ട്. നമുക്ക് ഇപ്പുറത്ത് തന്നെ ചെറിയൊരു മറ്റൊരു മീറ്ററും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് ഈ വണ്ടിയുടെ റേഞ്ച് കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്ലസ് എന്നുള്ള ഒരു വേരിയൻ്റ് വരുമ്പോൾ, അതായത് ബേസ് വേരിയൻ്റ് ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു മോഡലിന് ഏകദേശം 145-140 റേഞ്ചാണ് പറയുന്നത്. കമ്പനി പറയുന്ന റേഞ്ചാണ്. നമുക്ക് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ആ ഒരു നിയർ ബൈ ആയിട്ട് നമുക്ക് പിടിച്ച് കിട്ടും. ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ 140-160 ആ ഒരു റേഞ്ചിലേക്കാണ് ഇതിൻ്റെ റേഞ്ച് പറയുന്നത്. അതിൻ്റെ റിയാലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയുടെ റൈഡ് റിവ്യൂ കാര്യങ്ങൾ വരുമ്പോൾ എക്സാക്റ്റ് ആയിട്ട് ഞാൻ പറയാം. പിന്നെ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു പാർട്ടിലേക്ക് കൂടുതലും തന്നെ വരുമ്പോൾ ഡിസൈൻ പാർട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ സീറ്റ് പാർട്ട് വരും. ഇതൊരു ഡ്യുവൽ കട്ട് സീറ്റ് പോലെ ഇരിക്കുന്നത്. ആ ഡിസൈൻ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഒരൊറ്റ സിംഗിൾ സീറ്റാണ്. നമുക്ക് മാറ്റാൻ നേരത്തൊക്കെ നമുക്ക് അതിൻ്റെ പിടി കിട്ടും. ആൻഡ് ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ ഒരു ഹെഡ് ലൈറ്റിനെ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ലൈറ്റിൻ്റെ ആ ഡിസൈനും പോയിരിക്കുന്നത്. സോ അത്യാവശ്യം അട്രാക്റ്റീവായിട്ട് എന്താ പറയുക എടുത്ത് നിൽക്കുന്ന തരത്തിലാണ് ആ ഒരു ലൈറ്റ് വരുന്നത്. പിന്നെ എനിക്ക് ഇതിൻ്റെ ഒരു ഗുണമായിട്ട് തോന്നിയത് ഓവറായിട്ട് ലൈറ്റ് അടിക്കാത്ത പോലെ എനിക്കൊരു ഇത് തോന്നി. അത്യാവശ്യം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ്. ആൻഡ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് LED ലൈറ്റ്സ് ആയിട്ട് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു ബാഡ്ജിങ് നമുക്ക് പുറകിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ അതേ ബാഡ്ജിങ് വരുന്നുണ്ട്. എന്താ പറയുക ഒരു പെർട്ടിക്കുലർ സീരീസ് എന്നുള്ള രീതിയിൽ നമുക്കൊരു എഫക്റ്റ് ചെയ്യും. ആ ഒരു സെപ്പറേറ്റ് ഒരു ലോഗോയും കൂടി വരുമ്പോൾ അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ പാർട്ട് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ അത്യാവശ്യം മാർക്കറ്റിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒന്ന് ഇതിൻ്റെ റേഞ്ച്, പിന്നെ ഇതിനകത്തേക്ക് വരുന്ന ബാക്കി ഫീച്ചേഴ്സ് കാര്യങ്ങളിലേക്കാണ്. അപ്പോൾ അതിനകത്ത് നമുക്കിപ്പോൾ ഈ ഒരു മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ജോയ്സ്റ്റിക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ടോഗിൾ ചെയ്യാനായിട്ട് എളുപ്പത്തിനൊക്കെ ആയിട്ട് ഈ ഒരു ജോയ്സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് നമുക്ക് ഇവിടെയായിട്ട് ഒരു നാവിഗേഷൻ ബാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് അത്യാവശ്യം കിട്ടേണ്ട എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് വരികയും ചെയ്യും. ഇനി അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്ന മറ്റൊരു പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും ഇതിനകത്ത് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ളൊരു ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇനി സ്വിച്ചസിൻ്റെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ പാസ് ലൈറ്റും എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമുക്കിവിടെ സ്റ്റോക്കായിട്ട് തന്നെ ഹസാർഡ് ലാംപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടേക്ക് വരുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സും ഹോണിനുള്ളതാണ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. ഇനി അപ്പുറത്തെ പോർഷനിലേക്ക് വരികയാണെങ്കിൽ
നമുക്കിവിടെ ഒരു ഓൺ ആൻഡ് ഓഫിനുള്ളൊരു സ്വിച്ച് വരുന്നത്, അതായത് പാർക്ക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എൻജിൻ കിൽ സ്വിച്ച് കാര്യങ്ങളായിട്ട് കൊടുക്കില്ല, അതേപോലെ ഒരു സ്വിച്ചാണ് അത് വരുന്നത്. ആൻഡ് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് SOSനായിട്ടൊരു ബട്ടണും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ SOSൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പാർക്ക് ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം, ഈ എൻജിൻ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഒരു 10 സെക്കൻഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷനിൽ നമുക്ക് SOSൻ്റെതായിട്ടൊരു 3 നമ്പേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതിനകത്തേക്ക് മെസ്സേജ് പാസ് ചെയ്യുന്ന തരത്തിലാണ് ഇതിൻ്റെ SOS സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഒരു മോഡലുകളിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, അപ്പോൾ നമുക്കൊരു നല്ലൊരു മോഡലായിട്ട് എനിക്ക് തോന്നിയത്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രൂയിസ് കൺട്രോൾ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അത് ഞാൻ ഈ ഒരു റേഞ്ചിലുള്ള വണ്ടികളിൽ അധികം കണ്ടിട്ടില്ല. അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്കൊരു പർട്ടിക്കുലർ സ്പീഡ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ക്രൂസ് ചെയ്ത് പോകണമെന്നാണെങ്കിൽ ആ രീതിക്കും നമുക്ക് ഈ ഒരു ഹെൽപ്പ് ചെയ്യും. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ പാർക്കിലിട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റിവേഴ്സ് എടുക്കാനോ അങ്ങനെയൊക്കെ വരുമ്പോൾ, ഇതിപ്പോൾ പ്രായമായിട്ടുള്ളവർക്ക് നമുക്ക് ഓടിക്കാൻ എളുപ്പത്തിന് ഇത്തിരി ഇപ്പോൾ ബാക്കിലേക്ക് പോകണം, ഹൈറ്റ് കൂടുതലായിട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് എടുക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തൊരു റിവേഴ്സ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ആക്സിലേറ്റർ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എന്നുള്ള രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മുടെ സ്വിച്ച് കാര്യങ്ങളിൽ വരുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ഒരു മോഡ് സെലക്ടറും വരുന്നുണ്ട്. അപ്പോൾ 4 മോഡാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. നമുക്ക് ഈക്കോ മോഡ് വരുന്നുണ്ട്. പിന്നെ വരുന്ന മോഡ് എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റ്, നമുക്ക് ഇതിനകത്ത് വരുന്ന മോഡ്സ് എന്ന് പറയുന്നത് ഈക്കോ മോഡാണ് ഏറ്റവും ബേസ് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന റൈഡ് മോഡ് വരുന്നുണ്ട്, ദെൻ സ്പോർട്ട് മോഡ് വരുന്നുണ്ട്, പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് കസ്റ്റം മോഡ് വരുന്നുണ്ട്. അതായത് നമുക്ക് പെർട്ടിക്കുലർ രീതിയിൽ ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമുക്ക് ഈ കസ്റ്റം മോഡ് യൂസ് ചെയ്യാം. ഈ കസ്റ്റം മോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രോ വേരിയൻറ്റിലാണ് വരുന്നത്. എന്നിട്ട് പ്ലസ് വേരിയൻറ്റിൽ നമുക്ക് കസ്റ്റം മോഡ് വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ 4 മോഡ്സാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഈ കസ്റ്റം മോഡ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഇനി ഇതിൻ്റെ ബാക്കി എൻജിൻ പവർ ആ ഒരു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, ഇതിനകത്ത് വരുന്ന എൻജിൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 6 കിലോ വാട്ടിൻ്റെ ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതായത് എൻജിൻ മീൻസ് ബാറ്ററിയാണ്. ഓക്കെ, അപ്പോൾ അതിന് 6 കിലോ വാട്ട്സാണ് വരുന്നത്. അതായത് ഏകദേശം ഒരു 8 ഹോഴ്സ് പവർ ആ റേഞ്ചിലാണ് ഇതിൻ്റെ പവർ ഫേഴ്സ് വരുന്നത്. 25 Nm ടോർക്കുമാണ് വരുന്നത്. സോ ഭയങ്കര പേടിപ്പിക്കുന്ന പവറോ കാര്യങ്ങളോ അല്ല. ബട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻറ്റ് പവറാണ്. അപ്പോൾ നമ്മൾ ഒരു പവർ കയറി വരുന്നൊരു ടൈം ലാഗ് കാര്യങ്ങളോ ഇല്ല. ഏതൊരു സ്കൂട്ടറോ ഇലക്ട്രിക് സ്കൂട്ടറിലുള്ള പോലും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പവർ നമുക്ക് കിട്ടുന്നുള്ളതുകൊണ്ട് ലാഗോ കാര്യങ്ങളൊന്നും ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ആൻഡ് ഇതിനകത്ത് വരുന്നത് ബെൽറ്റ് ഡ്രൈവോ ചെയിൻ ഡ്രൈവോ അല്ല. നമുക്ക് പവർ ഇതിനകത്ത് ഡയറക്റ്റായിട്ടാണ് ടയറിലേക്ക് ആ ഒരു ബാക്ക് വീലിലേക്ക് കിട്ടുന്നത്. സോ നമുക്ക് പവർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇൻസ്റ്റൻ്റായിട്ട് കിട്ടാനും വലിയ ലോസോ പവർ ലോസോ കാര്യങ്ങളൊന്നും വരില്ല. ഡയറക്റ്റ് ഇതിനകത്തേക്ക് കൊടുക്കുന്നതുകൊണ്ട്. ആൻഡ് നമുക്കിവിടെ സാരി കാർഡ് കാര്യങ്ങളൊക്കെ സ്റ്റോക്കായിട്ട് തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ അവർ വെച്ചിട്ടുണ്ട്. വെറുതെ ഇവിടെ നിന്ന് ചാടിച്ച് വെച്ച് വൃത്തികേടാക്കി കിട്ടുന്നില്ല. അപ്പോൾ അതെനിക്ക് കുഴപ്പമില്ലാണ്ട് തോന്നി. ഇനി നമുക്ക് ഇതിൻ്റെ സീറ്റ് കപ്പാസിറ്റി കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ ബട്ടൺ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ കീലെസ് ആ ഒരു റിമോട്ട് കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റിമോട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ്സിൻ്റെ വരുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ എവിടെയെങ്കിലും ലൈറ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ അലേർട്ട് കാര്യങ്ങൾക്ക് പറ്റും. അതേപോലെ നമ്മളുടെ സീറ്റ് ഓപ്പൺ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളെ കയ്യിലുണ്ടായാൽ മതി. നമുക്ക് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്തൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്ക് സീറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതാണ് സീറ്റ്. ഇവിടെ ചെറിയൊരു ബെൻഡിങ് വരുന്നൊരു ടൈപ്പ് സീറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് അകത്തേക്കാണ് ഇതിൻ്റെ ലോക്കിങ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്. നമുക്ക് 2 സ്റ്റോറേജ് സ്പേസ് പോലെ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിമൂവബിൾ ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. മറ്റുള്ള വണ്ടികളിൽ വരെ ഫിക്സഡ് ആയിട്ടുള്ളതല്ല. സോ നമുക്കിപ്പോൾ ഊരി വെച്ച് ചാർജ് ചെയ്യണമെന്നാണെങ്കിൽ ഇവിടെ ഇട്ടൊരു പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ പോർട്ട് വഴി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. 2 ചാർജിങ് പോർട്ടുണ്ട്. ഇതിപ്പോൾ ഒരു നോർമൽ ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് നമുക്കിത് ഈ ഒരു പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾക്കായിട്ടൊരു പോർട്ടും കൂടി വരുന്നുണ്ട്. സോ 2 പോർട്ടാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് മാറ്റി വെച്ച് ചാർജ് ചെയ്യണമെന്നാണെങ്കിൽ ആ രീതിയിൽ പറ്റും. റിമൂവബിൾ ബാറ്ററി ആയതുകൊണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മറ്റൊരു സ്റ്റോറേജ് ഏരിയയും കൂടി വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു മാറ്റിൻ്റെ അടിയിലായിട്ട് മറ്റ് കിറ്റ് കാര്യങ്ങളൊക്കെ അവിടെയും വരുന്നുണ്ട്. സോ അത്യാവശ്യം സ്റ്റോറേജ് ഏരിയയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയ ഒരു നോർമൽ സൈസ് ഹെൽമെറ്റ്സ് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് കൂളായിട്ട് ഫിറ്റ് ചെയ്യാനും പറ്റും. ഇനി നമ്മൾ പറഞ്ഞതിൽ പിന്നെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ
അത് വരുന്നത് നമ്മുടെ സൈഡ് സ്റ്റാൻഡാണ്, അതായത് പവർ സൈഡ് സ്റ്റാൻഡ്, കട്ട് ഓഫ് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്, ഒപ്പം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് USB ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. സോ ഓവറോൾ അത്യാവശ്യം എല്ലാ രീതിക്കുള്ള ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട്, കുറച്ച് എക്സ്ട്രാ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു രീതിക്കാണ് എനിക്ക് തോന്നിയത്. അത്യാവശ്യം എന്താ പറയുക, നമുക്ക് മാർക്കറ്റിനെ ക്യാച്ച് ചെയ്യുന്ന തരത്തിലുള്ളൊരു ഡിസൈൻ വൈസും ഫീച്ചർ വൈസും എല്ലാ രീതിക്കും ലോഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമുക്ക് ഹീറോ ഇങ്ങനൊരു വണ്ടി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മനസ്സിലായി, ഇതെന്ന് പറയുന്നത് ഒരു പ്രോ വേരിയൻ്റ് ആണ്. ഇതിന് താഴെയായിട്ടൊരു പ്ലസ് വേരിയൻറ്റും ഉണ്ട്. അതിനകത്ത് വരുമ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു കസ്റ്റം റൈഡ് മോഡ് ഉണ്ടാവില്ല, അതേപോലെ റേഞ്ച് ഒരു ലേശം കുറവാണ്, ഒരു 20 കിലോമീറ്റേഴ്സ് റേഞ്ച്. കമ്പനി പറയുന്ന റേഞ്ച് കുറവായിരിക്കും, നമുക്ക് റിയൽ ലൈഫ് ആ ഒരു റേഞ്ച് എത്രയെന്നുള്ളത് നമുക്ക് വണ്ടി കിട്ടുമ്പോഴേ അറിയുള്ളൂ. ആൻഡ് നമുക്കിപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കണമെന്നാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ആൻഡ് ഷോറൂമിൽ ഇതിൻ്റെ ഓണർഷിപ്പ് കാര്യങ്ങളെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ആലുവയിലെ മെഗാ മോട്ടോഴ്സിലാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റൈഡ് റിവ്യൂ അധികം വൈകാതെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ വരാൻ കഴിയുന്ന പ്രതീക്ഷയുടെ ആംജ് ആൻഡ് ഐ വിൽ കാച്ച് യു നെക്സ്റ്റ്. ബൈ ബൈ.